രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 11ാമത്തെ ദശകമാണ്, 3ാമത്തെ ശ്ലോകമാണ്, 109ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച അതായത് കൃഷ്ണൻ്റെ രാധ, രാധാദേവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്നുണ്ടോ അതെല്ലാം നിങ്ങൾ ചൊവ്വാഴ്ചത്തെ രാധയുടെ പ്രണയം എന്ന വീഡിയോ കേട്ടാൽ മതി. ബുധനാഴ്ച നിങ്ങൾക്ക് ഭജഗോവിന്ദം, ശങ്കരാചാര്യ സ്വാമിയുടെ പ്രശസ്തമായ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്, അത് കേൾക്കണം. വ്യാഴാഴ്ച നമ്മുടെ അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അസാധാരണമായ ജീവിതം, പ്രണയവും കണ്ണീരും ഭഗവാന്റെ ദർശനവും എല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ആ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്, കണ്ണൂരും കാസർഗോഡും നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ ചേർന്ന് പഠിക്കാവുന്നതാണ്. എനിക്ക് നൈറ്റ് ബാച്ച് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഈ പറഞ്ഞ നമ്പറിലേക്ക് എന്നെ എന്ത് ചെയ്താൽ മതി, വിളിച്ചാൽ മതി. ജ്യോതിഷ ഉപദേശം തികച്ചും സൗജന്യമായിരിക്കും. ആരിൽ നിന്നും നമ്മൾ ഒരു രൂപ പോലും വാങ്ങിക്കുകയില്ല. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിന്ന് അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേൾക്കാതെ പോകരുതേ. അതിൻ്റെ മാസ്റ്റർ പീസ് വീഡിയോ ആണ്. ഏതൊരു ഹിന്ദുവും അത് കേട്ടിരിക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. രാധികാ കവചം 2 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേൾക്കണം. രാധാ സഹസ്രനാമമുണ്ട്, രാധാ മാനസതന്ത്രം എന്ന നിഗൂഢമായ രാധാജിയുടെ പിന്നെ നാമങ്ങളുണ്ട്. അതേ കണക്ക് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ
ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ റിസർച്ച് നടത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കുക. പിന്നെ എന്നും രാവിലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നിരവധി അറിവുകൾ പകരുന്ന മോട്ടിവേഷണലും കൂടെ ചേർന്ന സ്പീച്ചുകൾ, മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ദർശനം തന്ന എൻ്റെ പൊന്നു 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 രാധാറാണിയമ്മക്ക് ജയ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പാടിത്തരുന്നത് ഇതിനകം വെച്ച് നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ സാക്ഷാൽ കാഞ്ചനയാണ്. എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ് കാഞ്ചന എന്ന് പറയുന്നത്. അപ്പൊ ആ കാഞ്ചന ഹൃദയത്തിൽ തട്ടി നമ്മുടെ ഭട്ടതിരിപ്പാട് എഴുതിയ ഓരോ വാക്കുകളുടെയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് സ്ട്രെസ് കൊടുക്കേണ്ടടുത്ത് സ്ട്രെസ് കൊടുത്തും, അതല്ല ലൈറ്റായി പോകേണ്ടടുത്ത് അങ്ങനെയും, അങ്ങനെ എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ കാഞ്ചന പാടുന്നതെന്നറിയാമോ? കാഞ്ചനയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരുകളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് അഭിമാനമുണ്ട് കാഞ്ചനയെ അവതരിപ്പിക്കുന്നതിൽ. കാഞ്ചന തന്നെയാണ് നമ്മുടെ ഭജഗോവിന്ദത്തിലും പാടുന്നത്, ബുധനാഴ്ചത്തെ ഭജഗോവിന്ദവും പാടുന്നത്. അപ്പം നമ്മുടെ കാഞ്ചന അതിമനോഹരമായി പാടാൻ പോവുകയാണ്. നിങ്ങളത് കേട്ടുകൊള്ളൂ, അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതാണ്. അവനം വിവേക്ഷു ദാസ്തോ ജയസ്താ വിജയോപ്യരുന്ധ തേഷാം സചിത്തേ പദമാപഗോപ സർവം ഭവത്പ്രേരണൈവ ഭൂമൻ. അപ്പോൾ നമ്മുടെ കാഞ്ചന മനോഹരമായി പാടിയത് കേട്ടല്ലോ. അതേ കണക്ക് ഞങ്ങൾക്ക് രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ശരിക്കും എന്താ പറയേണ്ടത്, രാധാകൃഷ്ണ ഭക്തരുടെ അസാമാന്യമായ ഒരു സമ്മേളനമാണ്. കറകളഞ്ഞ രാധാഭക്തരും കറകളഞ്ഞ കൃഷ്ണഭക്തരുമാണുള്ളത്. അപ്പൊ അവര് ആത്മീയമായി എന്ത് പാടിത്തന്നാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിനകത്തൂടെ ഇടുന്നതായിരിക്കും. അത് ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലെ അംഗങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്തിപരമായ കാര്യം പറയാനുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള വൃന്ദ. അപ്പോൾ വൃന്ദ ഒരു കുഞ്ഞ് അഷ്ടപതി പാടിയിട്ടുണ്ട്. ആ അഷ്ടപതി കേൾക്കും. അഷ്ടപതി കേൾക്കുന്നത് പുണ്യമല്ലേ, ഭയങ്കര പുണ്യമാണ് അഷ്ടപതി കേൾക്കുന്നത്. അപ്പം ഞങ്ങളുടെ വൃന്ദ അതിമനോഹരമായിട്ട് ഹൃദയത്തിൽ തട്ടി രാധാകൃഷ്ണ ഭക്തി ഉൾക്കൊണ്ട് രാധാകൃഷ്ണ ലീലയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിമനോഹരമായി ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിലെ സാക്ഷാൽ വൃന്ദ അതിമനോഹരമായി ആലപിക്കുകയാണ്. ഇതിൽ ചേരാൻ ആഗ്രഹമുള്ളവർ എൻ്റെ 9645
53399 വിളിക്കുക. പക്ഷേ ഞങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കണം. ഒരു ദിവസം ഒരു മെസ്സേജ് എങ്കിലും അതിനകത്ത് നിങ്ങൾ ഇട്ടിരിക്കണം. ഒന്നുമില്ലെങ്കിലും രാധേ അടുപ്പിച്ച് 3 ദിവസം മെസ്സേജ് ഇടാത്തവരെ ഞങ്ങൾ റിമൂവ് ചെയ്യുന്നതാണ്. അതിലെ അംഗങ്ങൾ തമ്മിൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള വാക്ക് തർക്കങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടാൻ അവരപ്പോഴേ നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്കാണ് അയക്കേണ്ടത്. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ സജഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഭക്തിയല്ലാത്തൊരു മെസ്സേജ് ആരെങ്കിലും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഗ്രൂപ്പിനകത്ത് എന്താണ് ഇന്നാൾ ഭക്തിയില്ലാത്ത മെസ്സേജ് പോസ്റ്റ് ചെയ്തു ഒന്നും പാടില്ല. കാരണം അവിടെ ഭക്തി മാത്രം. ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ടേക്കും വഴിതിരിയാതിരിക്കാനാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരിക്കലും ഭക്തി അല്ലാത്ത ഒരു മെസ്സേജും അനുവദിക്കുന്നതല്ല. അപ്പോൾ ഏതെങ്കിലും അംഗങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയാൽ ഉടനെ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ചിലർ ചിലപ്പോൾ അറിയാതെ ഈ ഭക്തി അല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് ഇട്ട് കളയും, ചിലപ്പോൾ തെറ്റി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങളാരും വന്ന് ഇത് ഭക്തിയല്ലാത്ത മെസ്സേജാണ് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഡിസിപ്ലിൻ ആയിരിക്കണം. കാരണം നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ടും വഴിതെറ്റാതെ ശരിക്കും രാധാജിയിലേക്ക് കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കണം. അതാണ് ഉദ്ദേശം. ഇപ്പോൾ വൃന്ദയാണ്. വൃന്ദ പാടിത്തന്ന അഷ്ടപതിയും കൂടെ കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. കുരുയതു നന്ദന ചന്ദന ശിശിര താരേണ കരേണ പയോധരേ മൃഗമദ പാത്രഗമാത്രമനുഭവ മംഗലകലശ സഹോദരേ നിജഗാദസാ യദുനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ നിജഗാദസാ യദുനന്ദനേ. അപ്പോൾ നമ്മുടെ വൃന്ദ അത് പാടിയെന്ന് കേട്ടല്ലോ. ഇനിയും ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നിങ്ങളുടെ കലകൾ ഇതേകണെ കഴിച്ചു തന്നാൽ ഞാൻ ഇടുന്നതായിരിക്കും. നാളത്തെ രാധയുടെ പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൃന്ദാവനം കണ്ട വിജയ, ആ വിജയയുടെ ഒരു വിവരണം അതിനകത്തുണ്ട്. നിങ്ങളത് കാത്തിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിലെയാണ് രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിൻ്റെ അഭിമാനമായ വിജയയുടെ ആ വൃന്ദാവന യാത്രയുടെ ഒരു ഷോർട്ട് വിവരണം അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഭവതി ദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ധ്വാസ്തൗ ജയസ്ഥാൻ വിജയോ അപ്യരുനിധാം തേഷാം അപ്യരുന്ധാം അപ്യരുനിധാമല്ല അപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. അർത്ഥം എഴുതിക്കൊള്ളൂ. ഭവതി ദൃക്ഷൂൻ അർത്ഥം ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്. ഭവനം അർത്ഥം വീട്, ഇവിടെ വൈകുണ്ഠം. വിവുക്ഷൂൻ പ്രവേശിച്ചു, അല്ലെങ്കിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയവരായ, വിവുക്ഷൂൻ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ ഒരുങ്ങിയവരായ. ദ്വാസ്തൗ അർത്ഥം ദ്വാരപാലകന്മാരായ, ദ്വാരപാലകന്മാരായ. ജയ അർത്ഥം ജയനും, താൻ അവരെ, വിജയോ വിജയനും, അപ്യരുന്ധാം തടഞ്ഞു, തേഷാം ച ചിത്തേ അവരുടെ മനസ്സിൽ, അവരുടെ മനസ്സിൽ. പദമാപകോപ അർത്ഥം കോപം സ്ഥലം പിടിച്ചു, കോപം സ്ഥലം പിടിച്ചു. സർവം എല്ലാം, ഭൂമൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു, ഭവത് പ്രേരണയൈവ എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി വൈകുണ്ഠത്ത് പ്രവേശിക്കാൻ ഒരുങ്ങിയ സനകാദികളെ ദ്വാരപാലകരായ ജയനും വിജയനും തടഞ്ഞു. അപ്പോൾ ഭഗവാനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടാണ് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വന്നപ്പോൾ അവരെ ദ്വാരപാലകരായ ജയനും വിജയനും തടഞ്ഞു. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ കോപമുണ്ടായി. ഈ കോപം
ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചതാകാം, ഭഗവാന്റെ പ്രേരണ കൊണ്ടാകാം ഇവർക്ക് കോപം ഉണ്ടായത്. ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ സനകാദികളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും സകലതിലും തൂണിലും തുരുമ്പിലും തങ്ങൾ ഇരിക്കുന്നിടത്ത് പോലും ഭഗവാനെ കാണാൻ കഴിയുന്നവരാണ് സനകാദികൾ. ഇപ്പൊ സനകാദികൾ ഇവിടെ എൻ്റെ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഇരിക്കുമ്പം ഭഗവാനെ കാണണമെന്ന് തോന്നിയാൽ അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ അവർക്ക് കാണാൻ പറ്റുന്നവരാണ് സനകാദികൾ. നമ്മുടെ പുറമേ ഉള്ള ഈ കണ്ണുകൊണ്ട് തന്നെ ഭഗവാനെ കാണണമെന്ന ആഗ്രഹം അവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവരുടെ അകക്കണ്ണിൽ അവരാഗ്രഹിക്കുന്ന നിമിഷം ഭഗവാൻ പ്രത്യക്ഷപ്പെടും. നമ്മളെ പോലെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ കണ്ണ് തുറക്കുകയല്ല, കണ്ണുകൾ അടച്ചിട്ട് അവർ അകക്കണ്ണുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ പുറമേ ഉള്ള കണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണണം എന്ന വിചാരം സനകാദികൾക്കുണ്ടായത് ഭഗവാന്റെ യോഗമായയുടെ പ്രേരണ കൊണ്ടാണ്. കാരണം ഭഗവാൻ എന്തോ ഉദ്ദേശമുണ്ട്. സാധാരണഗതിയിൽ ഈ വൈകുണ്ഠത്തേക്ക് നമ്മൾ ചെല്ലുന്നത് ഈ കണ്ണുകൾ, പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് കാണാനാണ്. പക്ഷെ സനകാദികൾക്ക് ഈ പുറമേയുള്ള കണ്ണൊന്നും വേണ്ട. സനകാദികൾ എവിടെ ഇരുന്നാലും കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് ധ്യാനിച്ചാൽ മതി, ഭഗവാൻ അപ്പോഴും മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ടും പുറമേയുള്ള കണ്ണുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാൻ, ശ്രീകൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സനകാദികള് വൈകുണ്ഠത്തെത്തിയത് ശരിക്കും ഭഗവാന്റെ യോഗ മായയ്ക്ക് അധീനപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ അവർ വൈകുണ്ഠത്തിലേക്ക് വരികയും 6 ഗോപുരങ്ങളും കടന്ന് 7ാമത്തെ ഗോപുരത്തിലെത്തി. അപ്പൊ ഈ 7ാമത്തെ ഗോപുരത്തിന്റെ കാവൽക്കാരാണ് ജയനും വിജയനും. സ്വാഭാവികമായിട്ടും ഒരാള് കാവല് നിൽക്കുമ്പോൾ അവരുടെ അനുമതി വാങ്ങിച്ചിട്ടാണ് അകത്തേക്ക് കയറേണ്ടത്. എന്നാൽ സനകാദികൾ 7ാമത്തെ ഗോപുരം, അതായത് അവസാനത്തെ ഗോപുരം, അതിലെ കാവൽക്കാരായ ജയവിജയന്മാരുടെ അനുവാദം വാങ്ങാതെ അകത്തേക്ക് കടന്നു. ശരിക്കും അവരുടെ അനുവാദം വാങ്ങിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. എന്നിട്ടും അവരുടെ അനുവാദം വാങ്ങിക്കണ്ട എന്ന് സനകാദികൾക്ക് തോന്നിയത് ഭഗവാന്റെ യോഗമായയുടെ പ്രവൃത്തി കൊണ്ടാണെന്ന് കവി പറയുന്നു. നമുക്ക് ഈ ഭാഗവതത്തിലൊക്കെ 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ രൂപത്തിലാണ് നമ്മുടെ സനകാദികളെ എന്ത് ചെയ്യുന്നത്, അനുവദിക്കുന്നത്. അപ്പം അനുവാദം, അപ്പോൾ ഈ ജയവിജയന്മാരുടെ മുമ്പിൽ 5 വയസ്സുള്ള 2 കുട്ടികളാണ് വരുന്നത്. അപ്പൊ അനുവാദമില്ലാതെ അകത്ത് കടക്കാൻ ശ്രമിച്ച കുട്ടികളെ കാവൽക്കാരായ ജയനും വിജയനും തടഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇവിടെ സനകാദികൾക്ക് അപ്പോൾ കോപം വന്നു. കാരണം എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ കാമമുണ്ട്. കാമം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സെക്ഷൽ ഫീലിംഗ് ആണ്. അതല്ല, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്ത്രീയെ പ്രാപിക്കാനുള്ള ആഗ്രഹം വരുമ്പോഴാണ് സെക്ഷലി എന്നും പറഞ്ഞ് വഴിതിരിയുന്നത്. ഇവിടെ സനകാദികൾക്ക് അങ്ങനല്ല. കാമം മൂലം ക്രോധം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണണം എന്ന കാമം ആഗ്രഹം. ഈ ആഗ്രഹം നടക്കാതെ വരുമ്പോഴാണ് മനുഷ്യന് കോപം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശ്രീബുദ്ധ ഭഗവാൻ പറഞ്ഞത്, നീ ആഗ്രഹങ്ങളെ അടക്കിയാൽ ഈ ലോകത്തുള്ള സർവ്വതിനെയും നീ കീഴടക്കി എന്ന് പറയുന്നത്. അപ്പൊ കാമം ക്രോധത്തിലേക്ക് നയിക്കും എന്ന് സനകാദികൾ തങ്ങളുടെ പ്രവൃത്തി മൂലം തെളിയിക്കുകയാണ്. ശരിക്കും സനകാദികൾക്ക് ഭഗവാനെ കാണണമെന്ന ആഗ്രഹം അത് വളരെ ശ്രേഷ്ഠമാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഭഗവാനെ കാണുക. സനകാദികൾക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനുള്ള അർഹതയുണ്ട്. പക്ഷേ ജയവിജയന്മാരുടെ അനുവാദം വാങ്ങിക്കേണ്ട മര്യാദയുണ്ട്. ആ മര്യാദ ലംഘിച്ചപ്പോൾ അവരെ തടയേണ്ടത് ജയവിജയന്മാരുടെ കർത്തവ്യമാണ്. അപ്പൊ അവരോട് കാര്യം പറയേണ്ടതാണ്. ഇതൊന്നും ചെയ്യാതെ പെട്ടെന്ന് സനകാദികൾക്ക് കോപം വന്നു. കാരണം എത്രയും പെട്ടെന്ന് ഭഗവാനെ കാണണമെന്ന ആഗ്രഹം ആ സമയത്ത് തടഞ്ഞപ്പോൾ, ആ കാമം ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ കോപമുണ്ടായി.
അപ്പൊ ഇവിടെ മറ്റൊരു സന്ദേശവും തരുന്നു. നമ്മുടെ കോപത്തിന്റെ ഉറവിടം കാമമാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആഗ്രഹം നടക്കാത്തപ്പോഴാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത്. ശരിക്കും ഈ കോപം നിയന്ത്രിക്കാൻ നല്ല കഴിവുള്ളവരാണ് സനകാദികള്. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു? തങ്ങളെ തടഞ്ഞപ്പോൾ ജയവിജയന്മാരെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോപത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് സനകാദികള്. ഭഗവാന്റെ ഗോപുരത്തിൽ കാവൽ നിൽക്കുന്നവരുടെ അനുവാദം വാങ്ങേണ്ടത് അത്യാവശ്യവുമാണ്. അപ്പൊ ഇത് രണ്ടും ചെയ്തില്ല. അപ്പോൾ ഒരല്പം തെറ്റ് സനകാദികളുടെ ഭാഗത്തു നിന്നാണ്. ഇത് മനസ്സിലാക്കാൻ വിവേകമുള്ളവരാണ്. എന്നിട്ടും തങ്ങളെ തടഞ്ഞ ജയവിജയന്മാരെ എന്തു ചെയ്യുന്നു? ശപിക്കുന്നു. അത് തീർച്ചയായിട്ടും ഏതാണ്? ഭഗവാന്റെ പ്രേരണ കൊണ്ടെന്നല്ലാതെ എന്തു പറയാനാണ്? കാരണം ഇതിനെ തുടർന്ന് വരുന്ന ഭാഗവത കഥകളെല്ലാം ഈ ശാപത്തിന്റെ സ്വാഭാവിക പരിണാമമാണ്. ഇവര് തന്നെയാണ് രാവണനായിട്ടൊക്കെ ജന്മമെടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ സ്വാഭാവികമായ പരിണാമമാണ്. ഇപ്പൊ സാധാരണ വ്യക്തികൾക്ക് ഒരു കാമം ഉണ്ടാകുന്നു, ആഗ്രഹം. നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾക്ക് കാമം അഥവാ ആഗ്രഹം ഉണ്ടാകുന്നു. ആ ആഗ്രഹം നടക്കാതാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കോപം ഉണ്ടാകും. അപ്പൊ ഈ കോപം നമ്മളുമായി ബന്ധപ്പെടുന്നവരെ മാത്രമേ ദോഷമായി ബാധിക്കൂ. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം വരുന്നു, ഈ ആഗ്രഹം നടക്കാഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. ഇതിന്റെ അനന്തരഫലം ഞാനുമായി ബന്ധപ്പെട്ടവർ മാത്രം അനുവദിച്ചാൽ മതി, അനുഭവിച്ചാൽ മതി. പക്ഷേ ഈശ്വര തുല്യരായ സനകാദികൾക്ക് കോപം വന്നപ്പോൾ അതിൻ്റെ ഫലം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് കോപം വന്നാൽ അതിൻ്റെ ഫലം ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മാത്രം അനുഭവിച്ചാൽ മതി. പക്ഷേ സനകാദികൾ ഈശ്വര തുല്യരായതുകൊണ്ട് അവർക്കുണ്ടായ കോപം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വന്നു. പ്രപഞ്ചഗതിയെ തന്നെ മാറ്റിമറിച്ചു. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, സനകാദികളെ പോലെയുള്ള മഹാമുനിമാർക്ക് ഈ കോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഭഗവാന്റെ ഒരു കൈയുണ്ടാകും. ഭഗവാൻ നാരായണന്റെ കൈയില്ലാത്ത എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? സർവ്വതും നാരായണന്റെ ലീലയാണ്. ആളുകൾ പരസ്പരം കോപിക്കുന്നത്, ആളുകൾ പരസ്പരം അടികൂടുന്നത്, ആളുകൾ പരസ്പരം വധിക്കുന്നത്, ആളുകൾ പരസ്പരം പ്രണയിക്കുന്നത്, സർവ്വതും 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 നാരായണന്റെ ലീലകളാണ്. നാരായണന്റെ ലീലകളാണ്. നാരായണൻ തന്റെ ലീലകൾ ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്. അടുത്ത തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾക്ക് കേൾക്കാം നാരായണീയത്തിൽ നാരായണന്റെ ലീലകള്. ആ നാരായണന്റെ ലീലകൾ കേൾക്കാൻ കണ്ണും കാതും മനവുമെല്ലാം തയ്യാറാക്കി ഒരുങ്ങിയിരുന്നു കൊള്ളൂ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.